एक्चुअली बात नहीं कर सकते। रियलिटी ये है, क्योंकि सच्चाई देश के सामने है और ये जो लड़ाई है ये राजनीतिक नहीं है, ये कॉन्स्टिट्यूशन की लड़ाई है, कॉन्स्टिट्यूशन को बचाने की लड़ाई है, वन मैन वन वोट की लड़ाई है। इसीलिए हमें साफ प्योर वोटर लिस्ट चाहिए। എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദയവ് ചെയ്ത് പറയുകയാണ്, രാഷ്ട്രീയം മറന്ന് എല്ലാം മറന്ന് ഈ വോട്ട് കൊള്ളക്കെതിരെ നമ്മളൊക്കെ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ്. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രംഗമാണ് ഇപ്പോൾ കണ്ടത്. ജനാധിപത്യ ഇന്ത്യയിൽ നമ്മുടെ ആയുധം എന്ന് പറയുന്നത് വോട്ടാണ്. അതിനേക്കാളും വലിയൊരു ആയുധം നമുക്ക് മറ്റൊന്നുമില്ല. അത് പലരും കട്ടുകൊണ്ടുപോകുന്നൊരവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ സമീപഭാവിയിൽ ഈ രാജ്യം ഏതെങ്കിലും വർഗീയവാദികളുടെ കൈകളിൽ രാജഭരണം പോലെ അവർക്ക് തോന്നിയത് നടപ്പിലാക്കാൻ കോടതികൾക്ക് വിലയില്ലാതെ, നമ്മുടെ വോട്ട് സംവിധാനങ്ങൾക്ക് വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് മാറും. ഈ വിഷയത്തിലെങ്കിലും നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഇന്ത്യ സഖ്യം എല്ലാവരും ഒരുമിച്ച് ഇന്ന് പാർലമെൻറ്റിന് മുമ്പിൽ നടത്തിയ ആ പ്രക്ഷോഭം അത് നമുക്ക് പാഠമാകണം. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് രാഹുൽ ഗാന്ധി ആരംഭിച്ച wotchori.in എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതും പറ്റുന്നില്ലെങ്കിൽ ഈ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങളൊന്ന് മിസ് കോൾ അടിച്ചാൽ അതിനോടുള്ളൊരു സപ്പോർട്ടായിട്ട് നമുക്കത് മാറ്റാൻ കഴിയും. ഇങ്ങനെ നമ്മൾ ശക്തമായിട്ട് ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ വോട്ട് കൊള്ളക്കെതിരെ നമുക്ക് പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട കൃത്യമായ കണക്കുകൾ വേണം എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും നൽകാതെ ടൺ കണക്കിന് പേപ്പറുകൾ പ്രിൻ്റ് എടുത്ത് വേണമെങ്കിൽ പരിശോധിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുകയും, നമുക്കൊക്കെ പലപ്പോഴും നമ്മൾ ചോദ്യം ചോദിക്കാറുണ്ട്, ഈ രാഹുൽ ഗാന്ധി എവിടെ പോയി, വനവാസത്തിനാണോ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ. കഴിഞ്ഞ 6 മാസക്കാലം ഒരു കൂട്ടം ആളുകളെ ഒരുമിച്ച് കൂട്ടി ഈ പേപ്പറുകൾ മുഴുവനും പരിശോധിച്ചിട്ടാണ് ഈ വോട്ട് കൊള്ള എന്ന വിഷയം രാഹുൽ ഗാന്ധി മുമ്പോട്ട് വെക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇതുവരെ ആ വിഷയത്തിൽ പ്രതികരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പോട്ട് വന്നിട്ടില്ല. കാരണം വലിയ വോട്ട് കൊള്ള ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ നമ്പറിൽ മിസ് കോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ സൈറ്റിൽ കയറിയിട്ടോ ഇതിന് സപ്പോർട്ട് നമ്മളെല്ലാവരും ചെയ്യണം. ഹാഷ്മിയുടെ ആ വാർത്തയുടെ മുഖവുര വലിയ ഹിറ്റായടക്കം ആ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയിട്ടും മണിക്കൂറുകൾ 110 കാര്യമായൊന്നും മിണ്ടാതെ പോയി ഓത്തെടുത്തുക എന്നൊക്കെ ചട്ടം പറഞ്ഞ് ഒളിക്കലല്ലാതെ ആധികാരിക ആരോപണത്തിന് ആധികാരിക മറുപടി പറയേണ്ട കമ്മീഷൻ കമാന്നും മിണ്ടിയിട്ടില്ല. ആ എന്റർ കീയുടെ ഒറ്റ ക്ലിക്കിൽ 5 മിനിറ്റിൽ ക്ലാരിറ്റിയാണ്. ആ മെഷീൻ റീഡബിൾ രേഖ കൊടുക്കാതെ എന്നാ നീ അങ്ങ് തെളിയിച്ചു കാണിക്കടാ എന്ന പുച്ഛത്തിൽ തള്ളിക്കൊടുത്ത 7 അടി പൊക്കത്തിൽ ടൺ കണക്കിന് പേപ്പറാണ്. 6 മാസം 40 പേർ ബ്രേക്ക് എടുക്കാതെ ഇരുന്ന ഡേറ്റാ മൈനിങ് ആണ്. ആ രേഖകൾ കള്ളമാണെന്ന് പറയാൻ അത് പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ തൂക്കിക്കളയും മൂക്കിൽ കയറ്റുമെന്ന് വെറുതെ ഒരു കള്ളക്കേസെടുക്കാനെങ്കിലും വായിൽ നാക്കുണ്ടോ? മേലാവിലെ തമ്പ്രാക്കളെ, കമ്മീഷൻ സാറന്മാരെ നട്ടല്ലുറപ്പുണ്ടോ? നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേക്ക് എത്തിയത് നെറികെട്ട പണിയിലൂടെയാണെന്ന് ഡേറ്റ കിട്ടിയാൽ 15 മിനിറ്റിൽ തെളിയിക്കാം എന്ന നീർക്കുന്നേർ വെല്ലുവിളി ഏറ്റെടുത്ത ഡേറ്റ കൊടുക്കാൻ കരുത്തില്ലെങ്കിൽ, വായിൽ മത്തം കുത്തിയിരിപ്പാണെങ്കിൽ ആ തലതാഴ്ത്തിയിരിപ്പ് മാനക്കേടാണ്, അട്ടർ ഡിസ്ഗ്രേസിന്റെ പരകോടിയാണ്. ഈ മഹാരാജ്യത്തെ നാണം കെടുത്താതെ വാതുറന്ന് എന്തെങ്കിലും ഒന്ന് പറ. വെളിച്ചം കയറാത്ത കുടുസുമുറിയിലെ 80 വോട്ടർമാർ, വോട്ടർ പട്ടികയിലെ മുഖമില്ലാത്ത ഉടായ്പകൾ, വീട്ടുപേരിന്റെ സ്ഥാനത്ത് ലക്ഷണമൊത്ത വട്ടപൂജ്യങ്ങൾ, അച്ഛന്റെ പേര് HIJK LMNO, ഒറ്റ മണ്ഡലത്തിൽ മാത്രം കയ്യോടെ പിടിച്ച കള്ളങ്ങളാണ്. പോയി ഓത്തെടുക്കുന്ന അവതാ പറയാതെ രാജ്യത്തിന് വേണ്ടത് മറുപടിയാണ്. അല്ലാതെ മറുപടിയില്ലാത്ത വെപ്രാളത്തിൽ വാക്കുവിലക്കാൻ അകത്തിട്ടുകളയുമെന്ന് വിരട്ടാണെങ്കിൽ അധികാരക്കുന്നിലെ കാവിത്തമ്പ്രാക്കളെ നിങ്ങൾക്ക് ആളുമാറിയതാണ്. അന്വേഷണ ഏജൻസികൾ ആഞ്ഞിറങ്ങിയിട്ട് വിറയ്ക്കാത്തവനാണ്. അവന്റെ ഭാഷ ഈ രാജ്യത്തിന്റെ ഹൃദയം തൊട്ട ഭാഷയാണ്. ആയുധം ഈ ചുവന്ന പുസ്തകമാണ്. ആ ഞരമ്പിലെ ചോര പേടി തീണ്ടാത്ത രക്തസാക്ഷി ചോരയാണ്. അല്ലാതെ രാഷ്ട്രീയ പൈതൃകം മാപ്പെഴുത്തിന്റെ പെഡിഗ്രി അല്ല.